ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അജുട്ട രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. കുറച്ച് വൈകി പോയിട്ടുണ്ട്, ചായ ഒക്കെ ഉണ്ടാക്കാൻ തന്നെ വൈകിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ഉണ്ട്. ഇന്നൂന് ഒരു ലെവല് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അജുട്ട ഇത് കാണുന്നുണ്ട്. ഇതിന്റെ പേരെന്താ അജു? ഹെയ്ദിയാ? ഹെയ്ദി കാണുകയാണ്. ഹെയ്ദി കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ഹായ് പറയാ അജു. ഹായ്. പുറത്ത് നല്ല മഴയൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ചെറുതായിട്ട് മഴയുണ്ട്. പക്ഷെ എന്നാലും ഒരു മടി കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ചടപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു കൂടലിന് പോകാനുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ആകുമ്പോഴേക്ക് റെഡി ആവണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ പുറപ്പെട്ടിട്ടൊക്കെ കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ കമൻറ്റൊക്കെ അയക്കുമ്പോൾ മാത്രമേ എനിക്കിത് തുടരണോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്തൊരു പരിചയമൊന്നുമില്ല. പിന്നെ മോള് വെറുതെ ഒരു രസത്തിന് എല്ലാവരും ചാനൽ തുടങ്ങിയ സമയത്ത് തുടങ്ങിയതാണ് ഒരു ചാനൽ. പിന്നെ വലിയ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട്, പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഷോർട്സൊക്കെ ഇട്ട്, പിന്നെ എന്തുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫിലെ വീഡിയോസൊക്കെ എടുത്തുകൂടാന്ന് ആലോചിച്ചിട്ടാണ് ചെറുതായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ കമൻസിലൂടെ ഒന്നും നിങ്ങളൊന്നും പറയാണ്ടിരിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ചാനൽ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെയുള്ള ആലോചനയിലാണ്. അപ്പോൾ കമൻസിലൂടെ എന്തായാലും പറയണം. പിന്നെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങിയില്ല. അപ്പോൾ നമുക്ക് ഞങ്ങളെ വിശേഷങ്ങളോട് കുറച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ കമൻസിലൂടെയൊക്കെ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബിഗ് ഫാമിലി, നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ കുറേ ആളുകൾ ആ കമൻസിൽ ഞാൻ കാണാറുണ്ട്. അതേപോലെ നമുക്കൊരു ബിഗ് ഫാമിലി ആവണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഈ ചാനൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. നമുക്കൊരു ബിഗ് ഫാമിലി ഉണ്ടാവുക, നമ്മൾ കൂടെ കുറേ ആളുകൾ ഉണ്ടാവുക എന്ന് തോന്നുക പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ കുറേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് പേരുണ്ടാവുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയാം, അതൊക്കെ ഒരു നല്ല രസമുള്ള കാര്യമാണ്. അപ്പോൾ കമൻസിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻസിൽ കാണാറുണ്ട്. പിന്നെ ഞങ്ങളുണ്ടാവും, എന്തായാലും ഞങ്ങളുണ്ട് കൂടെ, ഒന്നും പേടിക്കേണ്ട. ആ ഒരു വാക്ക് തന്നെ നമുക്ക് വളരെ ധൈര്യം തരുന്ന ഒന്നാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വേർഡാണത്. നമ്മളുണ്ട് കൂടെ എന്ന് പറയുന്നത് തന്നെ അതിലെല്ലാം ഉണ്ട്. നമ്മൾ കാണാത്ത ആളുകളാണ്, നമ്മൾ അറിയാത്ത ആളുകളാണ്, പക്ഷെ നമ്മളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യമാണ്, നമ്മളെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. പക്ഷേ കമൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി പോകെ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാകുമ്പോൾ എനിക്ക് തന്നെ ഒരു ചടപ്പ് കൊടുങ്ങും, വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൽ. അതുപോലെ കമൻസ് എന്തായാലും ഇടണം. കുറേ കൂടിയൊക്കെ ബെറ്ററാക്കി വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിന് കമൻസിലൂടെ അറിയിക്കണം. അപ്പം ബബായിട്ടോ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നൊരു വീട്ടിൽ താമസത്തിനൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഉള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ.